ശരീരം നശിക്കുമ്പോൾ ഭസ്മമോ മണ്ണോ ആയി മാറും? ഇല്ല. ശരീരം നശിക്കുമ്പോൾ മണ്ണ് ആയി മാറും, അല്ലെങ്കിൽ കൃമികൾ കീടങ്ങൾ ഒക്കെ ആയിട്ട് മാറും. ഭസ്മമായി മാറില്ല. ഭസ്മമായിട്ട് ബാക്കിയുള്ളവർ കത്തിച്ചാലേ മാറും, സ്വയാവില്ല. അല്ലേ? ഭസ്മാന്തം ശരീരം. ഈ ശരീരം ഭസ്മാന്താവണം. അത് നമ്മുടെ മക്കളോ മറ്റാരെങ്കിലും, പിന്തുടർച്ചക്കാരോ നാട്ടുകാരോ അല്ലെങ്കിൽ ക്രിമറ്റോറിയത്തിലെ ഉദ്യോഗസ്ഥന്മാരോ ആരെങ്കിലും നമ്മളെ പിടിച്ച് കത്തിച്ചാൽ ഭസ്മാവും. അതാ ഏറ്റവും നല്ലത്. മറ്റത് പിന്നെ മണ്ണിനൊരു വിദ്യയുണ്ട്. അത് കീടങ്ങൾ കൃമികൾ മറ്റ് സൂക്ഷ്മ ജന്തുക്കളൊക്കെ കൂടി പ്രവർത്തിച്ച് ഇത് മണ്ണായിക്കോളും. വളാവും, നല്ല വളം, ഒന്നാന്തരം വളം. പിന്നെയും നിലനിൽക്കുന്ന സൂക്ഷ്മ ശരീരം ഇല്ലാതാക്കുവാൻ നമ്മൾ എന്തിനാ അത് ഇല്ലാണ്ടാക്കണമെന്ന്? എന്തൊരു കഷ്ടമാണ്. എത്ര നല്ല കുപ്പായങ്ങൾ നമുക്ക് കാത്തിരിക്കുന്നുണ്ട്. നല്ലൊരു കുപ്പായത്ത് കയറിയിട്ട് ജീവിച്ചൂടെ? നല്ലൊരു കുപ്പായം കിട്ടുക, എന്ത് സുഖ. എന്തിനാ ജീവിതത്തെ വെറുക്കണത്? എനിക്ക് മനസ്സിലാവില്ല. സൂക്ഷ്മ ശരീരം ഇല്ലാണ്ടാക്കാൻ അവിടെ ഇരിക്കട്ടെ. പുതിയ കുപ്പായങ്ങൾ കയറി പറ്റാം, അങ്ങനെ ജീവിക്കാം സുഖമായിട്ട്. ഇനി ഇല്ലാണ്ടാക്കണം എന്നുള്ളവർക്ക് ഒറ്റ വഴിയേ ഉള്ളൂ. ആത്മജ്ഞാനം മാത്രമേ, ബ്രഹ്മാത്മൈക്യ ബോധം മാത്രമേ ഈ സൂക്ഷ്മ ശരീരം വിലയിക്കാൻ മാർഗമുള്ളൂ. വേറൊരു വഴിയില്ല. അഥവാ സൂക്ഷ്മ ശരീരം ഈശ്വരനിലേക്ക് ചേരുവാൻ, പിന്നെ ഈശ്വരൻ ഇതല്ലേ പണി, നിങ്ങളെ സൂക്ഷ്മ ശരീരം എടുക്കുക. നമ്മൾ പ്രയത്നിക്കേണ്ടത് എങ്ങനെ ഈശ്വരനിലേക്ക് സൂക്ഷ്മ ശരീരം എങ്ങനെയാ ചേരുക? എനിക്കറിയില്ല. അറിയാത്തതിന് മറുപടി പറയാൻ പറ്റില്ല. ഇതിപ്പോൾ ഈശ്വരന് പുറമേ അപ്പോൾ ഉള്ളത്, ഈശ്വരൻ ചേർന്നിട്ടല്ലേ ഇപ്പോൾ ഉള്ളത്. ഈശ്വരൻ വേറെ എവിടെയോ ഇരിക്കണം, വേറെന്തോ ഒരു സാധന. ഈ സമഷ്ടി താതാത്മ്യമാണ് ഈശ്വരൻ. അതിൻ്റെ ഭാഗമാണ് ഇതൊക്കെ. ഇനിയിപ്പോൾ എന്ത് ചേരാനാ? എങ്ങോട്ട് ചേരാനാ? എവിടുന്ന് ചേരാനാ? അറിയാത്തോണ്ട് ചോദിക്കുക. ഇപ്പൊ പിന്നെ എവിടെയുള്ളത്? ഈശ്വരനിലല്ലേ? ഇപ്പൊ എവിടെയുള്ളത്? ഇപ്പോഴും ഈശ്വരനിലാണ്. അതുകൊണ്ട് എങ്ങനെയാ പ്രയത്നിക്കേണ്ടതെന്ന് അറിയില്ല. അറിയാത്ത വിഷയം പറയാൻ പാടില്ല.